മലയാളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക്. എലൈറ്റ് കേരള പ്രീമിയർ ലീഗ് 2024-2025 സീസണിലെ മാച്ച് നമ്പർ 31 ഗോൾഡൻ ത്രെഡ്സ് നേരിടുന്നു കേരള യുണൈറ്റഡിനെ. ഗോൾഡൻ ത്രെഡ്സ് എഫ്സിയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. നടക്കുമെന്നാണ് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാൻ സാധിച്ചത്. ഫുട്സാൽ ചാമ്പ്യൻഷിപ്പ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. ആൻഡ് മടങ്ങി വരെ നല്ലൊരു മൂവ്മെൻറ്റാണ് അവിടെ. സൈലോ ഗോൾ നമ്പർ 1 കേരള യുണൈറ്റഡ്. മത്സരത്തിൻ്റെ 27ാമത്തെ മിനിറ്റിൽ തന്നെ ആദ്യ ലീഡ് പിടിക്കുന്നു കേരള യുണൈറ്റഡ്. സൈലോയിലൂടെ നല്ലൊരു ത്രൂ പാസിലൂടെയാണ് ആ ഗോൾ കണ്ടത്. നോക്കുക, ഒരൊറ്റ ഡിഫൻഡർ പോലും സമീപത്തായില്ല, എല്ലാവരും ഓടി വരുന്നതേ ഉള്ളൂ. പെനാൾട്ടി ഏരിയയ്ക്കുള്ളിൽ കടന്നുകൊണ്ട് ഒരു നല്ലൊരു ഷോട്ട് എടുത്തുകൊണ്ട് ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് വലയിലേക്ക് എത്തിക്കുകയാണ് സൈലോ. ആദ്യ ഗോൾ അടിക്കുകയാണ് കേരള യുണൈറ്റഡ് മത്സരത്തിൻ്റെ 27ാമത്തെ മിനിറ്റിൽ സൈലോയിലൂടെ. ആൻഡ് മുനസ്സിലേക്ക് അവിടെ നേരെ അബിൻ കൃഷ്ണ. അബിൻ്റെ മിസ്സാണ്. ആൻഡ് ഗോൾ നമ്പർ 1 ഗോൾഡൻ ത്രെഡ്സ് എഫ്സി. മത്സരത്തിൻ്റെ 40ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ കണ്ടുപിടിക്കുകയാണ് ഗോൾഡൻ ത്രെഡ്സ് എഫ്സി. വീണ് കിട്ടിയ അവസരമാണ് ഗോൾഡൻ ത്രെഡ്സ് എഫ്സിക്ക് ഒരു ഗോൾ കണ്ടെത്താനായത്. നോക്കുക, കേരള യുണൈറ്റഡിൻ്റെ അബിൻ കൃഷ്ണ ഒന്ന് ടേൺ ചെയ്ത് മാറുമ്പോഴാണ് കൃത്യമായി പന്ത് പിടിച്ചെടുത്തുകൊണ്ട് പെനാൾട്ടി ഏരിയയ്ക്ക് പുറത്തു നിന്നും ആ ഒരു ഷോട്ട് എടുക്കുന്നത് ഡിബിൻ. ഒന്നാം പകുതിയുടെ വിസിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇരു ടീമുകൾക്കും തുല്യത പാലിക്കാൻ കഴിഞ്ഞു. ഇരു ടീമുകൾക്കും ഓരോ ഗോൾ വീതം നേടാൻ സാധിച്ചു. രണ്ടാം പകുതിയുടെ തുടക്കത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോഴും. കേരള യുണൈറ്റഡിൻ്റെ ടച്ചാണ്. ആൻഡ് ത്രൂ പാസ് കൊടുക്കാനുള്ള ശ്രമം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആൻഡ് അനസിലേക്ക് അനാസ് നല്ല രീതിയിൽ ട്രിബിൾ ചെയ്തുകൊണ്ടാണ്. നോക്കുക, രണ്ട് താരങ്ങൾക്കിടയിലൂടെയാണ് അനസ് പോയത്. പെനാൾട്ടി ആർക്കിനുള്ളിൽ നിന്നുമാണ് ആ ഒരു ഷോട്ട് എടുക്കുന്നത് അനസ്. കോർണർ കിക്ക് എടുക്കാനായി മുഹീബ്, എറണാകുളം സ്വദേശിയാണ് മുഹീബ്. ആൻഡ് ഗോൾഡൻ ത്രെഡ്സ് എഫ്സി രണ്ടാമത്തെ ഗോൾ അടിക്കുന്നു. ജേഴ്സി നമ്പർ 14 വിഷ്ണു സി. ഒരു ബ്യൂട്ടിഫുൾ ഗോളാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. 47ാമത്തെ മിനിറ്റിലാണ് അവിടെ കോർണർ കിക്കിലൂടെ ഗോൾഡൻ ത്രെഡ്സ് എഫ്സി നല്ലൊരു ഒന്നാന്തരം ഗോൾ കണ്ടെത്തുന്നത്. ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഗോൾ കണ്ടെത്തുന്നത് ഗോൾഡൻ ത്രെഡ്സ് എഫ്സി. സോ 2 ഗോളുകളായിരിക്കുന്നു ഗോൾഡൻ ത്രെഡ്സ് എഫ്സിയുടെ അക്കൗണ്ടിൽ. നല്ല രീതിയിൽ പന്ത് പിടിച്ചെടുത്തുകൊണ്ട് അവിടെ തുഫൈലിനെ നമുക്ക് സ്ക്രീനിൽ കാണാം. തുഫൈൽ വീണ് കിട്ടിയ അവസരമാണ് അവിടെ. ഒരു ഫസ്റ്റ് ടൈം ഷോട്ട്. ഇത്തവണ ഗോൾ കീപ്പർ രക്ഷപ്പെടുത്തുകയാണ്. ചെറിയ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തേക്ക് പോയത്. നോക്കുക, നല്ല ടേണിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് അജ്മൽ കാജ മത്സരത്തിലേക്ക് വന്നതേ ഉള്ളൂ. ഫസ്റ്റ് ടച്ചാണ് അദ്ദേഹം പോസ്റ്റിലോട്ട് പായിക്കുന്നത്. ഗോൾ കീപ്പർ അത്രയും അലർട്ടായിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു സേവ് അവിടെ നടത്താൻ സാധിക്കുന്നത്. കൂടുതൽ അപകടം സൃഷ്ടിക്കാമായിരുന്നു. ആൻഡ് ഫൈനൽ വിസിൽ വരികയാണ്. 1-നെതിരെ 2 ഗോളുകൾക്ക് ഗോൾഡൻ ത്രെഡ്സ് എഫ്സി ഈ മത്സരം വിജയിച്ചിരിക്കുകയാണ്. കേരള യുണൈറ്റഡിനെതിരെ ഗോൾ കണ്ടെത്താനായത് ഡിബിനും വിഷ്ണുവുമാണ് ഗോൾ കണ്ടെത്തിയത്. 40ാമത്തെ മിനിറ്റിൽ ഡിബിനും 47ാമത്തെ മിനിറ്റിലും വിഷ്ണുവുമാണ് ഗോൾ കണ്ടെത്തിയത്. സൈലോയാണ് കേരള യുണൈറ്റഡിന് വേണ്ടി ആദ്യത്തെ ഗോൾ കണ്ടെത്തിയത്. ആൻഡ് ഫുൾ ടൈം സ്കോർ ഗോൾഡൻ ത്രെഡ്സ് എഫ്സി 2 കേരള യുണൈറ്റഡ് 1.